അഗ്നിപരീക്ഷ തുടങ്ങിയ സമയത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിറാം. വളരെ ജെനുവിൻ പേഴ്സണായിട്ടാണ് തോന്നിയിരുന്നത്. വളരെ ഒരു ഒരു ജെന്റിൽമാൻ ലുക്കുള്ള വളരെ സ്റ്റാൻഡേർഡായിട്ട് ടാസ്കുകളിലൊക്കെ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരാളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായതെന്ന് എനിക്ക് തോന്നുന്നു. ആഹ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ബിഗ് ബോസിൽ കാണാൻ കഴിയുന്ന, വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നുന്നുണ്ട് അഭിറാമിനെ. തൽക്കാലം അഭിറാം ബിഗ് ബോസിൽ നിന്ന് അല്ലെങ്കിൽ അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്, ബിഗ് ബോസിൽ കയറാതെ. പക്ഷെ പെരുമാറ്റം കൊണ്ടും പെർഫോമൻസ് കൊണ്ടും പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജഡ്ജസിനെയൊക്കെ അതിശയിപ്പിച്ച അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു അഭിറാം എന്നാണ്. അദ്ദേഹം വളരെ സങ്കടത്തോടെ തന്നെയാണ് അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തു പോയത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഏതൊരാളുടെയും സ്വപ്നം, അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുക, ഒരു ദിവസമെങ്കിലും ആ ഒരു ഷോയിൽ തുടരുക എന്നുള്ളതാണ്. അത് ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും അതിനകത്തുള്ള പലരും. അവശേഷിക്കുന്ന 20 പേരുടെ കാര്യം അതിലും കഷ്ടമാണ്. കാരണം അവർക്ക് ഇനിയും കുറേ കൂടെ അവർ ഇതിനടുത്തേക്ക് എത്തി. ഇനിയാണ് അത് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് അവർക്ക് വലിയൊരു വിഷമം തന്നെയായിരിക്കും. പക്ഷേ ഇതിവിടം ഒന്നിൻ്റെയും ഒരു അവസാനമായിരിക്കില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ മലയാളത്തിൽ ഇനിയും ഏറെക്കാലം തുടരാൻ സാധ്യതയുള്ളൊരു ഷോയാണ്. സോ കഴിവുള്ളവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ഷോയിലേക്ക് എത്താൻ കഴിയുക തന്നെ ചെയ്യും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.